രാജ്യവ്യാപകമായി മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ന്യായീകരിച്ച് മുൻ കേരള DGP NC അസ്താന അപൂർവാനന്ദ് എന്നയാളുടെ എക്സ് പോസ്റ്റിന് മറുപടിയായുള്ള കുറിപ്പിലാണ് എല്ലാം കാലം പകരം ചോദിക്കുന്നതാണ് എന്ന അസ്താനയുടെ മറുപടി. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതിൽക്കെട്ടിനകത്തേക്ക് തള്ളപ്പെടുകയാണ്. RSS ആശയക്കാരായ BJP അത് ചെയ്യുന്നതിൽ അത്ഭുതമില്ല. എന്നാൽ ഉദ്യോഗസ്ഥരും പോലീസും നീതിപീഠവും മാധ്യമങ്ങളും ഇതിനായി BJPക്കൊപ്പം കൈകോർക്കുന്നത് നിരാശാജനകമാണ്. അടിയന്തരമായി ഇത് അവസാനിപ്പിക്കണമെന്നായിരുന്നു അപൂർവാനന്ദിന്റെ കുറിപ്പ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും നിങ്ങൾ വസ്തുതകൾ നിരസിക്കുകയാണ്. നിങ്ങൾ സത്യത്തെ തിരിച്ചറിയുകയും അത് ഉൾക്കൊള്ളുകയും വേണം. ചരിത്രപരമായ എല്ലാ തെറ്റുകൾക്കും ഒരു അവസാനമുണ്ടാകണം. പരസ്പരം അത് ചെയ്തില്ലെങ്കിലും സിസ്റ്റം പിന്തുണച്ചില്ലെങ്കിലും മുൻകാല അനീതികൾക്ക് പകരം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അസ്താന കുറിക്കുന്നത് ഇങ്ങനെയാണ്: സമ്പൽ മസ്ജിദ് സർവേക്കെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തിയതിനെയും അസ്താന ന്യായീകരിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകയായ അർഫ ഖാനും ഷെർവാനി സമ്പലിൽ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥർ ജയ് ശ്രീറാം മുഴക്കിയതും പോലീസ് അന്യായമായി വെടിവെച്ചതും ചൂണ്ടിക്കാട്ടി എഴുതിയ കുറിപ്പിന് മറുപടിയായാണ് മുൻ DGP നിങ്ങളുടെ ആളുകൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് വിതയ്ക്കുന്നത്. കോടതിയിൽ പോകൂ, ആരാണ് നിങ്ങളെ തടയുന്നത്? നിയമത്തിലും ഭരണകൂടത്തിലും വിശ്വാസമുണ്ടെന്നല്ലേ നിങ്ങളുടെ ആളുകൾ പറയുന്നത്? നിങ്ങൾ നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും പരീക്ഷിക്കുക. നിയമത്തിന്റെ ലാത്തി ബുള്ളറ്റുകളെല്ലാം വളരെ ശക്തമാണ്. വിഡ്ഢിത്തത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും, അസ്താന പറഞ്ഞു. കേരള കേഡർ IPS ഓഫീസർ ആയിരുന്ന ഇദ്ദേഹം വിജിലൻസ് DGP ആയിരുന്നു. പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് പോയ അദ്ദേഹം BSF CRPF അഡീഷണൽ ഡയറക്ടർ ജനറലായി പ്രവർത്തിച്ചിരുന്നു. നേരത്തെയും അസ്താനയുടെ വിദ്വേഷ ട്വീറ്റുകൾ വിവാദമായിട്ടുണ്ട്. BJP വക്താവായിരുന്ന നുപൂർ ശർമ്മ പ്രവാചകനെ അധിക്ഷേപിച്ചതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ പങ്കുവച്ച അസ്താന മനോഹരമായ ദൃശ്യമെന്നായിരുന്നു അന്ന് എക്സിൽ കുറിച്ചത്. പ്രയാഗ്രാജിൽ അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് വീടുകൾ JCB ഉപയോഗിച്ച് പൊളിച്ചപ്പോൾ അതിനെ പ്രശംസിച്ചും 2 ഡസനോളം ട്വീറ്റുകളാണ് അസ്താന പോസ്റ്റ് ചെയ്തത്. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷൺ സിംഗ് ലൈംഗികാതിക്രമം നടത്തിയതിനെതിരെ ഗുസ്തി താരങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ബ്രിജ്ഭൂഷണെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് IPS ഓഫീസറായ അസ്താന അന്ന് സ്വീകരിച്ചത്. ഗുസ്തി താരങ്ങളെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടണമെന്നായിരുന്നു അന്ന് അസ്താന എക്സിൽ കുറിച്ചത്. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ ഗുസ്തി താരങ്ങൾക്കെതിരെ വളരെ അധിക്ഷേപകരമായ ഭാഷയിലായിരുന്നു അസ്താനയുടെ കുറിപ്പുകൾ.